ഇപ്പോ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പണമുണ്ടാക്കാനായി കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ള മാർഗം സീറ്റുകൾ വിൽക്കുക എന്നതാണ്. നിയമസഭാ സീറ്റ് മുതൽ പാർലമെന്റ് സീറ്റും രാജ്യസഭാ സീറ്റുമെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സുകുമാർ അഴീക്കോട് മാഷോ മറ്റോ ആണെന്ന് തോന്നുന്നു മുൻപൊരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസിന്റേത് കൈപ്പത്തിയല്ല കൈപ്പറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൈപ്പത്തി കോൺഗ്രസ് എന്നല്ല, കൈപ്പറ്റി കോൺഗ്രസ് എന്ന് പറയണം. പിരിച്ചത് അവരുടെ ഏതെങ്കിലും ഒരാൾക്ക് സ്മാരകം പണിയാനല്ല. ഞാൻ പറഞ്ഞല്ലോ, ലീലാ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, കെ എ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, CM സ്റ്റീഫന്റെയോ കരുണാകരന്റെയോ പനമ്പിള്ളിയുടെയോ എനിക്കറിയണ്ട. വയനാട് അറിയണം. അത് ഈ നാട്ടിലുണ്ടായ ദുരന്തമാണ്. മൃതശരീരങ്ങൾ കാണിച്ച് കാശ് വാങ്ങിയതാണ്. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. വീടിന് തറയിട്ടിട്ടില്ല, ഉണ്ടാക്കാൻ പരിപാടിയുമില്ല. അതാണ് ചോദ്യം ചെയ്യുന്നത്. സുവ്യക്തമായിട്ടുള്ള ധാരണ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുണ്ട്. ഞാനിപ്പോ ഇവിടെ തിരിച്ചറിയാൻ പാകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏത് ഘട്ടത്തിലും രാഷ്ട്രീയമായി ചില മര്യാദകൾ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയാത്തത്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 2 വർഷത്തിലധികമായി മത്സരിക്കാൻ കച്ചവടം ഉറപ്പിച്ച മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടം വന്നപ്പോൾ പകുതി വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ആളുകളുടെ വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയോ ഒക്കെ ചെയ്ത കോടീശ്വരന്മാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു തട്ടിപ്പിനെ സംബന്ധിച്ചാണ് കോൺഗ്രസ് പാർട്ടി നേരിട്ട് നേതൃത്വം കൊടുത്ത തട്ടിപ്പിനെ സംബന്ധിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. സത്യത്തിൽ മലയാളത്തിൽ പത്രങ്ങൾ കുംഭകോണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു വാക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആയിരിക്കും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് നടന്ന വൻകിട കൊള്ളയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ എഴുതി തുടങ്ങിയത്. അപ്പൊ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും ഒരു നീണ്ട ഭൂതകാലം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഇന്ത്യയിൽ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളിലാണുള്ളത്. അധികാരം നഷ്ടപ്പെട്ടു. പക്ഷെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസിൽ അഴിമതി അവസാനിക്കുകയല്ല ചെയ്തത്. അഴിമതിയുടെ പുതിയ അവസരങ്ങൾ തേടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത്. സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അത്തരത്തിലുള്ള പുതിയ തട്ടിപ്പുകളെയും അഴിമതിയെയും കുംഭകോണത്തെയും സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പണമുണ്ടാക്കാനായി കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ള മാർഗം സീറ്റുകൾ വിൽക്കുക എന്നതാണ്. നിയമസഭാ സീറ്റ് മുതൽ പാർലമെന്റ് സീറ്റും രാജ്യസഭാ സീറ്റുമെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഹരിയാനയിലെ സീറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിക്ക് മത്സരിക്കാൻ നിയമസഭാ സീറ്റ് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 7 കോടിയോ മറ്റോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കൈപ്പറ്റിയെന്നാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ പരാതി നൽകിയിരിക്കുന്നത്, വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമാണ് ആരോപണ വിധേയരായിട്ടുള്ളവർ. ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേവലം ഒരു ആരോപണം മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ. ഈ ആരോപണത്തെ സാധൂകരിക്കാൻ മതിയായ തെളിവുണ്ട് എന്നാണ് കാണുന്നത്. KC വേണുഗോപാലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും PA-മാരും അവർ നേരിട്ടും പണം കൈപ്പറ്റിയതായാണ് ആരോപണം. ഈ 2 പേരുടെയും PA-മാരെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നു. അതൊരു കുറ്റസമ്മതമാണ്. ഗൗരവ് കുമാറിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഈ നടപടി.
PA വഴി പണം കൈപ്പറ്റി എന്നതിന്റെ തുറന്ന കുറ്റസമ്മതമാണ്. ആരോപണം നേരിടുന്ന മൂന്നാമനെ സംബന്ധിച്ചാണെങ്കിൽ മകന്റെയും PAയുടെയും അദ്ദേഹത്തിന്റെ തന്നെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചുവെന്നാണ്. ഗൗരവ് കുമാർ തെളിവുകളുടെ ഭാഗമായി വാട്സാപ്പ് ചാറ്റുകളും മറ്റും പുറത്തുവിട്ടു. ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന്റെ രേഖാപരമായ തെളിവുകൾ, ആശയവിനിമയം നടത്തിയതിന്റെ വാട്സാപ്പ് ചാറ്റുകൾ, ഇതെല്ലാം തെളിവുകളായി ഇന്ന് രാജ്യത്തിന്റെ മുൻപിലുണ്ട്. ഈ ആരോപണങ്ങളെ ശരിവെക്കും വിധം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അവരുടെ PAമാരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതായും വാർത്ത കാണുന്നു. അപ്പോൾ ഈ കുംഭകോണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലിനി ആരോപണമെന്ന് പറയാനാവില്ല, ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം. ഇത് തീർത്തും ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഇപ്പോ ബീഹാറിൽ നിന്നും ഇതേ പരാതി പുറത്തു വരുന്നു. ഇന്ന് വാർത്ത അതാണ്. ബീഹാറിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ 90% പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ 90% സീറ്റുകളിലും പരാജയപ്പെടാൻ കാരണം യാതൊരു സ്വീകാര്യതയും യോഗ്യതയും ഇല്ലാത്തവരെ പണം വാങ്ങി സീറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA തന്നെയാണ് ഈ ആരോപണം, ഈ പരാതി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുകയും നടപടി ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരിയാനയ്ക്ക് പുറമെ ബീഹാറും സീറ്റ് കുംഭകോണത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. വളരെ കൗതുകകരമായൊരു കാര്യം, ഏറെ പ്രാധാന്യമുള്ള നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കുംഭകോണത്തിന്റെ വാർത്ത. അതിൽ പണം വാങ്ങിയവരായി ആരോപിക്കപ്പെടുന്ന 2 പേർ മലയാളികൾ കൂടിയാണ്. പക്ഷെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മാധ്യമങ്ങളുടെ വക ഒരു കോൺഗ്രസ് സഹായം വാർത്ത കൊടുക്കുന്നവർ തന്നെ ഒന്ന് കൊടുത്തെന്ന് വരുത്തി ചടങ്ങ് തീർക്കുകയാണ്. നമ്മുടെ മുൻപിൽ കോടിക്കണക്കിന് രൂപ കോഴയായി കൈപ്പറ്റിയത് സംബന്ധിച്ച തെളിവ് സഹിതമുള്ള ആരോപണം. അതിനെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഒരുപക്ഷെ ഭാവിയിൽ മാധ്യമ വിദ്യാർത്ഥികൾക്ക് കൗതുകകരമായ ഒരു പാഠമായി അവശേഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിയാനയിലും ബീഹാറിലും മാത്രമല്ല, രാജ്യവ്യാപകമായി ഈ കച്ചവടം നടക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. അത് നിയമസഭാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമസഭാ സീറ്റിന് ഏതാണ്ട് ദേശീയ നിലവാരം 7 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു രാജ്യസഭാ സീറ്റ്, ഒരു രാജ്യസഭാംഗത്വം ഇതുപോലെ പണം വാങ്ങി വിൽപ്പന നടത്തിയതാണെന്ന ആരോപണവും ചർച്ചയും മുൻപ് ഉയർന്നു വന്നിട്ടുള്ളത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഒരു വാർത്ത വന്നു. 4 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാൾ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞു, മേയർ സ്ഥാനം ലഭിക്കാതിരുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ്. ആദ്യമായി ജയിച്ചയാളെ മേയറാക്കി പണപ്പെട്ടിയുമായി അയാൾ ഓടി നടക്കുകയായിരുന്നു. ആ പണപ്പെട്ടിയുടെ പ്രതിഫലമാണ് മേയർ സ്ഥാനം. ഇന്ന് ആരോപണ വിധേയരായിട്ടുള്ള ചിലരെ അന്നും തൃശൂർ മേയർ സ്ഥാനം കച്ചവടം ചെയ്തത് സംബന്ധിച്ചും അന്ന് പരാതി, ആരോപണം ഉയർന്നു വന്നിരുന്നു. അപ്പോ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ സീറ്റ് വിൽക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടി എന്ന നിലയിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴയെല്ലാം കൈപ്പറ്റുക, എല്ലാ വെട്ടിപ്പും നടത്തുക, പണം കോഴയായി കൈപ്പറ്റുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. സുകുമാർ അഴീക്കോട് മാഷോ മറ്റോ ആണെന്ന് തോന്നുന്നു മുൻപൊരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസിന്റേത് കൈപ്പത്തിയല്ല കൈപ്പറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൈപ്പത്തി കോൺഗ്രസ് എന്നല്ല, കൈപ്പറ്റി കോൺഗ്രസ് എന്ന് പറയണം. കോഴ, തട്ടിപ്പിലൂടെയുള്ള പണം, പിരിവിലൂടെയുള്ള പണം, ഇതെല്ലാം കൈപ്പറ്റുന്ന പാർട്ടിയായി, അടിച്ചുമാറ്റുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിലും ഇങ്ങനെയുള്ള സീറ്റ് വിൽപ്പന നടന്നതായിട്ട് പ്രാഥമികമായി തന്നെ നിരീക്ഷിച്ചാൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് കാണാനാവും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിനു മുൻപ്, ഏറെ നാൾ മുൻപ് മുതൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു.
അത് മാധ്യമങ്ങൾക്കും അറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുകയാണ്, വൻതോതിൽ പണം ചെലവഴിക്കുകയാണ്. വൻതോതിൽ പണം ചെലവഴിക്കാൻ കഴിവുള്ള ചില ധനാഢ്യർ ആദ്യമേ പണം കൊടുത്ത് സീറ്റ് ഉറപ്പിച്ചതിന്റെ തെളിവാണത്. വൻതോതിൽ പണം ചെലവഴിക്കുന്നു, നിയോജക മണ്ഡലത്തിൽ പ്രത്യേകമായ ഒരു വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുന്നു. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപാണ്, 2 വർഷമൊക്കെയായി സീറ്റ് വിലയ്ക്ക് വാങ്ങി ഇങ്ങനെ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ കേരളത്തിൽ എത്ര സീറ്റ് വിറ്റു, എത്ര പണം അതുവഴി കിട്ടി എന്നുള്ളത് ഒരു പക്ഷേ ഭാവിയിൽ വാർത്തകളായി തെളിവുകൾ സഹിതം പുറത്തു വന്നേക്കാം. ജനാധിപത്യത്തെ മലീമസമാക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കുംഭകോണം നടത്താനുള്ള അവസരമായി മാറ്റുന്ന കോൺഗ്രസിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരേണ്ട ഒരു സമയമാണിത്. ഈ തരത്തിൽ ഹരിയാനയിലും ബീഹാറിലും കേരളത്തിലുമെല്ലാം സീറ്റ് വിറ്റ് തീർത്തും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെതിരായി സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരും സാംസ്കാരിക നായകരും എല്ലാം പ്രതികരിക്കേണ്ടതാണ്, രംഗത്ത് വരേണ്ടതാണ്. ഈ കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമായാണ് വയനാട്ടിലെ ഇപ്പോഴത്തെ തട്ടിപ്പും നാം കാണേണ്ടത്. ഈ നിമിഷം വരെ എത്ര തുക പിരിച്ചെന്നോ ഏത് അക്കൗണ്ടിലാണ് പണമുള്ളതെന്നോ പറഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞ് മലയാളിയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നവർ കുംഭകോണത്തിന്റെ വക്താക്കളായി നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ മൂല്യവത്താക്കി മാറ്റാൻ കോൺഗ്രസിന്റെ ഈ അഴിമതിക്കെതിരായി, കുംഭകോണത്തിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന അഭ്യർത്ഥനയാണ് നിങ്ങളിലൂടെ എനിക്ക് നടത്താനുള്ളത്. ഇത്രയുമാണ് പറയുന്നത്. ഈ ചോദ്യത്തിന്റെ തന്നെ ഒരു തകരാറ്, നിങ്ങളുടെ അല്ല, കോൺഗ്രസിന്റെ ചോദ്യത്തിന്റെ തകരാറ്, കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ഹൃദയശൂന്യമായ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അത് പിടിക്കപ്പെട്ട്, കയ്യോടെ പിടിക്കപ്പെട്ട് അപമാനിതരായി നിൽക്കുന്ന സമയത്ത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യത്തിന്റെ മറുപടി മറ്റൊരു ചോദ്യമല്ല. കേരളം മുഴുവൻ ചോദിക്കുന്നു, വയനാട്ടിൽ എത്ര തുക പിരിച്ചു, ഏത് അക്കൗണ്ടിലാണ് ആ പണം ഉള്ളത്? ചോദിക്കാൻ കാരണം എന്താണ്? പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വാസയോഗ്യമല്ലെന്ന് പരാതിയുള്ള ഒരു സ്ഥലം, അത് 3 ഏക്കർ എന്നോട്ടമാണ് കേട്ടത്. 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് കേട്ടിട്ട്? 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം, അതൊരു ലോകാത്ഭുതമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരു കല്ലിടൽ മാമാങ്കം നടത്തുന്നു, ഒരൊറ്റ വീട് അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. ഈ ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയണം. അതിന് പകരം നിങ്ങളുടെ കണക്ക് എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ മറുപടി പറയാം. പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടി ആ ചോദ്യമാണോ? രക്തസാക്ഷി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സംസ്കാരമല്ല CPIM-നുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ഇന്നോളം പിരിച്ചിട്ടുള്ള പണം മോഷ്ടിച്ച ചരിത്രമേ ഉള്ളൂ. അത് K. ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, CM സ്റ്റീഫൻ, ഒടുവിൽ K. കരുണാകരൻ വരെ 4 വട്ടം പിരിച്ചില്ലേ K. കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കാൻ പൈസ? വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയോടെങ്കിലും നിങ്ങൾ ചോദിക്കണ്ടേ ആ കാശ് എവിടെ പോയി എന്ന്? പിരിച്ച പണം മുഴുവൻ മോഷ്ടിക്കുകയാണ് അവര്. ആ അനുഭവത്തിൽ നിന്നാണ് അവർ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പയ്യന്നൂരിലെ ധനരാജിന്റെ കുടുംബസഹായ ഫണ്ട് സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ, രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. ആ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക,
കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ സംരക്ഷിക്കാൻ ചെലവഴിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുക, ആ കേസ് കുറ്റമറ്റ രൂപത്തിൽ നടത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളിലെ കേസുകൾ ആ കേസ് നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുൻപിലുള്ളത്. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ധനരാജന്റെ കുടുംബം അവിടെയുണ്ട് പയ്യന്നൂര്, നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല, അവരോടൊന്ന് ചോദിക്കണം. അവർ പറയും ഈ രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിന്റെ ഭാഗമായി പാർട്ടി എങ്ങനെ അത് ചെലവഴിച്ചു, അവരോട് നീതി പുലർത്തിയോ, എന്താണ് അവരുടെ അഭിപ്രായം? കോൺഗ്രസിന്റെ ജൽപ്പനങ്ങളെ ചവിട്ടിയരച്ചു കളയുന്ന പുല്ലുപോലെ ആ കുടുംബം അവഗണിക്കും. ഒരൊറ്റ ഉറപ്പിക വകമാറില്ല. ഇപ്പോ അർത്ഥരഹിതമായ ബഹളം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ഥാനമോഹിയായിട്ടുള്ള ഒരാൾ പാർട്ടിക്ക് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോ അയാൾ പറയുന്ന കളവല്ലേ, പച്ച കള്ളവല്ലേ പറയുന്നത്? ഇന്നലെ ഒരു ബാങ്ക് അക്കൗണ്ട് പുറത്തു വിട്ടു. ആ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അക്കൗണ്ടാണ്. എന്നിട്ട് പറയുകയാണ് വ്യക്തിപരമായ അക്കൗണ്ടാണെന്ന്. ഇങ്ങനെ പറയുന്ന കളവുകൾ അല്പായുസുകളായി അപഹാസ്യമായി പോകും. കേരളത്തിൽ എവിടെയായിരുന്നാലും CPIM ഏതാവശ്യത്തിന് വേണ്ടി പണം പിരിച്ചുവോ ആ ആവശ്യത്തിനല്ലാതെ അണാപ്പൈ വകമാറ്റുന്ന പ്രശ്നമേയില്ല. കോൺഗ്രസ് ആയിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തണ്ട, അതാണ് അവർക്കുള്ള മറുപടി. ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറയട്ടെ. പറഞ്ഞാൽ പോരെ? ആദ്യം പറഞ്ഞല്ലോ, എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ സംയുക്ത അക്കൗണ്ട് പറഞ്ഞില്ലേ? ആ പ്രസ്താവനയിൽ ഇപ്പോ ഉറച്ചു നിൽക്കുവോ? ആ അക്കൗണ്ടിൽ ഉണ്ടോ? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എന്തിന് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി, ഞങ്ങൾ 230 വീട് നിർമ്മിക്കാൻ പോകുന്നു, പറഞ്ഞാ പോരെ? ഏത് അതിൽ മൗലികമായ വ്യത്യാസം പറയാം. പുറത്തു വിടുന്നതിനൊന്നും പ്രശ്നമില്ലാന്ന്. പക്ഷെ ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്തു വിടേണ്ടതല്ല. ഒന്ന്, പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും മാത്രം ശേഖരിച്ച പണമാണത്. ഈ ആവശ്യത്തിന് വേണ്ടി ആ ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ഘട്ടം കഴിഞ്ഞു. ബാക്കി ചെലവുകൾ ഇനിയുണ്ട്. ഏത്? കേസിന്റെ ചെലവുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതെല്ലാം അതത് സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. രക്തസാക്ഷി ഫണ്ടുകൾ പിരിക്കുമ്പോൾ ഏത് ഘടകമാണോ പിരിവിന് ആഹ്വാനം ചെയ്യുന്നത് ആ ഘടകം കണക്കുകൾ പരിശോധിച്ച് അവസാനിപ്പിക്കുകയും തൊട്ട് മുകളിലുള്ള ഘടകത്തിന് അത് കൈമാറുകയും ചെയ്യുക എന്നതാണ് പാർട്ടി രീതി. ആ രീതി തന്നെയാണ് തുടരുന്നത്. വ്യാജമായ ആരോപണങ്ങളുടെ മുന്നിൽ അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കും. പക്ഷേ കോൺഗ്രസ് പിരിച്ചത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നുള്ള പൈസ മാത്രമല്ല, പിരിച്ചത് അവരുടെ ഏതെങ്കിലും ഒരാൾക്ക് സ്മാരകം പണിയാനല്ല. ഞാൻ പറഞ്ഞല്ലോ, ലീലാ ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, KA ദാമോദര മേനോന്റെ സ്മാരക കണക്ക് എനിക്കറിയണ്ട, CM സ്റ്റീഫന്റെയോ കരുണാകരന്റെയോ പനമ്പിള്ളിയുടെയോ എനിക്കറിയണ്ട. വയനാട് അറിയണം. അത് ഈ നാട്ടിലുണ്ടായ ദുരന്തമാണ്. മൃതശരീരങ്ങൾ കാണിച്ച് കാശ് വാങ്ങിയതാണ്. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞതാണ്. വീടിന് തറയിട്ടിട്ടില്ല, ഉണ്ടാക്കാൻ പരിപാടിയുമില്ല. അതാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളുടേത് സുതാര്യമാണ്. ഏത് സമയത്തും അത് സംബന്ധിച്ച് ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങൾക്കാവുകയും ചെയ്യും. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ 5ാം പത്തിയായി ഒറ്റുകാരനായി മാറിയ ഒരാൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനനുസരിച്ച് പോകുന്ന പാർട്ടിയല്ല. അത്രയാണ് പറയാനുള്ളത്. ശുദ്ധ അസംബന്ധമല്ലേ? CPIM-നെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും അങ്ങനെ പറയൂ? ഒന്നുകിൽ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് CPIM-നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഒന്ന് കൊഴുപ്പിക്കാൻ ഒരു വാർത്ത ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. ഞങ്ങളെല്ലാം ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. പൊതുവായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയില്ലേ? ഇല്ലേ? അല്ല, ഞാൻ പറയുന്നത് എന്റെ അറിവിൽ മാഷ് വാർത്താ സമ്മേളനം നടത്തി. ഈ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായല്ലോ. ഇവരെല്ലാം തിരക്കിട്ട പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൗകര്യം പോലെ വാർത്താ സമ്മേളനം നടത്തും, മാധ്യമങ്ങളെ കാണും, അവരുമായി പ്രതികരിക്കും.
ഇപ്പൊ ഒരു ദിവസം മാധ്യമങ്ങളെ കണ്ടു, അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു, അന്ന് പിന്നെ വേറൊരു വാർത്താ സമ്മേളനം നടത്തണം എന്നുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പോ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. അത്തരത്തിലുള്ള എല്ലാ ഊഹാപോഹങ്ങളെയും തള്ളിക്കളയുന്നു. BJP സ്പോൺസേഡ് ആരോപണമാണെങ്കിൽ സ്വന്തം PA മാറ്റി നിർത്തിയതിനാ? ധീരമായി പറയല്ലേ വേണ്ടത്, ഈ ആരോപണം BJP സ്പോൺസേഡ് ആണ്, ഇത് കളവാണ്, നിയമ നടപടി സ്വീകരിച്ച് നേരിട്ട് പോണ്ടേ? എന്തിനാ PA മാറ്റിയേ? കാശ് വാങ്ങിയില്ലെങ്കിൽ എന്തിന് PA മാറ്റി? PA ബലിയാടാക്കല്ലേ ചെയ്യുന്നത്? എന്തിന് പ്രിയങ്ക ഗാന്ധി PA മാറ്റി? എങ്ങനെ ഈ ആരോപണ വിധേയരായ ഒരാളുടെ മകന്റെ അക്കൗണ്ടിൽ കാശ് വന്നു? എങ്ങനെ സ്വന്തം അക്കൗണ്ടിൽ കാശ് വന്നു? അക്കൗണ്ടിൽ കാശ് വന്നിട്ട് ആരോപണമാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ തെളിവുകൾ സഹിതമാണ് ആരോപണം. ഇത് ഒറ്റപ്പെട്ടതല്ല. ഇപ്പൊ ബീഹാറിൽ നിന്ന് വരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ബീഹാർ മുതൽ തൃശൂർ വരെ സീറ്റ് കുംഭകോണത്തിന്റെ ആരോപണങ്ങൾ വരികയാണ്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രേഖാപരമായും സാഹചര്യത്തിലുമുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ തെളിവുകൾ ആണ് കോൺഗ്രസിന് മറുപടി പറയേണ്ടതായി അവശേഷിക്കുന്നത്. അതിലൊന്നും ഒരാശയക്കുഴപ്പവുമില്ല, ആശയക്കുഴപ്പവുമില്ല, ആശയ വ്യക്തതയുണ്ട് താനും. ഞാനവിടെ പറഞ്ഞു, അവിടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഒരു കമ്മിറ്റിയാണ്, അതിന്റെ നേതൃത്വമാണ്. പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, ഏരിയ കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ചിലപ്പോ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ പണം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. അപ്പോ മറ്റൊരു ഫണ്ടിൽ നിന്ന് അത് തിരികെ എടുക്കും, അത് തിരിച്ചു കൊടുക്കും. ഇതൊക്കെ ഒരു ഏരിയ കമ്മിറ്റി നടത്തുന്ന പണമിടപാടാണ്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു സംശയമോ ആശയക്കുഴപ്പമോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്കുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? വൈരനിര്യാതന ബുദ്ധിയോടെ, പകയോടെ ഒരാൾ, വ്യക്തിപരമായ പകയോടെ ഒരാൾ പാർട്ടിക്കെതിരെ അസംബന്ധം പറയാൻ, ഞാൻ ആളെ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു പ്രതിപക്ഷ മര്യാദയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും, അങ്ങനെ ഒരാൾ സകല കണക്കും അംഗീകരിക്കുന്ന കമ്മിറ്റിയിൽ അത് കൈയടിച്ച് പാസാക്കിയിട്ട് തെറ്റായ നിലപാട് സ്വീകരിച്ചതിന് നടപടി അംഗീകരിച്ചിട്ട് ഒക്കെ പോയ ഒരാൾ ഇപ്പൊ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് പോലെയാണോ തെളിവ് സഹിതം നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ? അപ്പൊ സമീകരിക്കാൻ നോക്കണ്ട, ഇത് യാതൊരു സമീകരണവും ഇല്ല. അപവാദ പ്രചരണത്തെ അപവാദ പ്രചരണമായി നേരിടും, അതിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല. കേരളത്തിലെ പാർട്ടിക്ക് ഒരു പാരമ്പര്യവും ചരിത്രവും ഉണ്ട്, കോൺഗ്രസിനും പാരമ്പര്യവും ചരിത്രവും ഉണ്ട്. അത് പക്ഷെ മോഷണത്തിന്റെയാണ്. അതിന്റെ തെളിവാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിലെ ഭൂരിപക്ഷം ഭാഗവും നിങ്ങളുടെ സംഭാവനയാണ്, ജനറൽ സെക്രട്ടറിയുടേതല്ല. ജനറൽ സെക്രട്ടറി പറയാത്ത വാക്കുകൾ നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. ഞാൻ കഴിഞ്ഞ തവണ ഈ ചോദ്യം വന്നപ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമാകുന്നത് പോലെ തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞിരുന്നു. അവിടെ അവസാനിച്ചതാണ്. അന്ന് മറുപടി പറഞ്ഞപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞ മറുപടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജനറൽ സെക്രട്ടറി ഒരു കാര്യം വ്യക്തമാക്കി. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഈ വിഷയത്തിൽ നിലപാടുണ്ട്, ആ നിലപാടിൽ നിന്ന് മാറുമ്പോഴാണ് അത് വിശദീകരിക്കേണ്ടത്. പ്രഖ്യാപിതമായ നിലപാട് എന്താണ്? ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ ഞങ്ങൾ തേടില്ല, എല്ലാ വർഗീയ ശക്തികളെയും ഞങ്ങൾ കലവറയില്ലാതെ എതിർക്കും. അതിന് നിറമോ രൂപമോ ഭാവമോ ഒന്നും പ്രസക്തമല്ല. വർഗീയത എന്ന പ്രവണതയ്ക്കാണ് ഞങ്ങൾ എതിര്.
അത് ഏത് സംഘടനയായാലും, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്നോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വർഗീയ സംഘടനകൾക്കും ഞങ്ങൾ എതിരാണ്. ഒരു പക്ഷേ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയ സംഘടനകൾക്കും ഞങ്ങൾ എതിരാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യത്തിന് പ്രസക്തിയേയില്ല. പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഉന്നയിച്ച സംഘടന അവര് നോമിനേഷൻ കൊടുത്തത് മരവിപ്പിച്ച വാർത്ത വന്നത് മഞ്ചേശ്വരത്താണ്. അത് സംബന്ധിച്ച് വിശദമാക്കപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്നാണ്. ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന കേട്ട് സ്ഥാനാർത്ഥിത്വം മരവിപ്പിച്ച, എന്ന് വെച്ചാൽ കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച ഒരു സംഘടന ഞങ്ങളുമായി എന്തിനാണ് ബന്ധപ്പെടുത്തി പറയുന്നത്? അവരുമായിട്ടല്ല ബന്ധം, അങ്ങനെയല്ലേ പറഞ്ഞു. ഞാനിപ്പോ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ആരോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഒരു ഭാഗം യാദൃച്ഛികമായി കണ്ടത്, വണ്ടൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുകയാണ് ഈ സംഘടനയിൽ നിന്ന് വോട്ട് സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ചോദ്യം അതല്ല വേണ്ടത്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ല, ആ നിലപാടാണ് ബാധകം എല്ലാവർക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു, അദ്ദേഹവും അർത്ഥശങ്കയ്ക്കില്ലാതെ ഇത് പറഞ്ഞു. ഈ പറയപ്പെട്ട സംഘടന ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കും. നോക്കുമ്പോ അങ്ങനെയും പറഞ്ഞിട്ടില്ല. മഞ്ചേശ്വരത്ത് കാണുന്നത് മറിച്ചാണ്. വണ്ടൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത് സ്വീകരിക്കും, അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ ചോദ്യം അപ്രസക്തമാണ്. ഞാൻ ന്യായമായും സംശയിക്കുന്നു, നിങ്ങൾ ഈ ഒരു വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉചിതമേ അല്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തം, അത് വർഗീയതയ്ക്കെതിരാണ്. എല്ലാ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും എതിരാണ്. അവരുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾ തേടിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പിന്തുണ തേടിയിട്ടില്ല. അത് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ആര് പറഞ്ഞത്? ആ ശരി, നിങ്ങൾക്ക് അവരെയാണോ വിശ്വാസം? അല്ലല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മഞ്ചേശ്വരത്തെ കാര്യത്തിന് സാഹചര്യ തെളിവില്ലേ, മരവിപ്പിച്ചില്ലേ സ്ഥാനാർത്ഥിയെ? അല്ലാതെ ഞാൻ പറയല്ലോ ചെയ്യുന്നത്. അവര് മറ്റേ പറഞ്ഞതനുസരിച്ച് ഡീലുണ്ടാക്കി, ധാരണയുണ്ടാക്കി, അങ്ങനെയാണോ ഞാൻ പറഞ്ഞല്ല. ഞാൻ ഉന്നയിച്ചത് ആരോപണമല്ല, ഞാൻ ചൂണ്ടിക്കാട്ടിയത് വസ്തുതയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു, അതാണ് പറയുന്നത്. നിയമത്തെ കാര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് ഞാൻ നോക്കി. നിങ്ങൾ ഈ പറയുന്ന വാചകം അതിലില്ല. അദ്ദേഹം വിശാലാർത്ഥത്തിൽ പറയുന്നു BJP-യെ പരാജയപ്പെടുത്താൻ എല്ലാവരും പിന്തുണക്കണം. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ വീട് കയറി വോട്ട് ചോദിക്കും, ഇല്ലേ? വോട്ട് ചോദിക്കും, അതിൽ എല്ലാ വീടുകളും ഒരുപക്ഷെ ഉണ്ടാവും. അങ്ങനെ ഒന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഗീയ ശക്തികൾക്കും ഞങ്ങൾ എതിരാണ്, അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ BJP-ക്കെതിരായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തർക്കിക്കാൻ പറ്റില്ല. കാരണം ഒരു വിഭാഗം കോൺഗ്രസ് അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യും. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോ നിയമത്തെ കാര്യം BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതും ഇതുമായി ബന്ധമേ ഇല്ല. ഇത് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന ഒരു പാർട്ടി അല്ലെ? അവർ പല മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പിൻവലിച്ചിരിക്കുന്നു. പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ പല അഭിപ്രായവും പറയുന്നുണ്ട്. അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. അതൊക്കെ അതിന്റെ വഴിക്ക് വിടാം. ഞാൻ അതിന്റെ പേരിൽ ഒരു പുതിയ ആരോപണമൊന്നും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ കൂടുതൽ വ്യക്തമാക്കേണ്ട സമയങ്ങളിൽ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കാം, നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ. നിങ്ങള് അദ്ദേഹത്തിന്റെ നിലപാടൊക്കെയാണല്ലോ നിലപാടായിട്ട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിലപാടായിട്ടൊക്കെ സ്വീകരിച്ചാൽ എത്ര വലിയ അബദ്ധത്തിലേക്കായിരിക്കും സമൂഹം പോവുക. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ അദ്ദേഹം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന സംഘടന ഏത് മുന്നണിക്കാ വോട്ട് ചെയ്തത്? ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ
ഈ പറയുന്ന പാർട്ടി ആരെയാണ് പിന്തുണച്ചത്? ആർക്കാണ് വോട്ട് കൊടുത്തത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പറയാഞ്ഞ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ നിലപാട് മാറിയോ? പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, നേരിട്ടറിവുള്ള കാര്യമാണ്. ഈ പറയുന്ന സംഘടനയാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീട് വീടാന്തരം കയറി അവരുടെ പ്രത്യേകമായ നോട്ടീസ് വിതരണം ചെയ്തു. ആ നോട്ടീസില്ലേ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ? വീട് വീടാന്തരം കയറി ഈ സംഘടന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ പൂർണ്ണമായി വോട്ടെണ്ണി കഴിയുന്നതിന് മുൻപ്, അപ്പോഴേക്ക് ഏതാണ്ട് റിസൾട്ട് പ്രവചിക്കാവുന്ന നിലയിലായി. ഭൂരിപക്ഷം മാത്രമേ കൃത്യമായി അറിയാനുള്ളൂ എന്ന നില വന്നു. വോട്ടെണ്ണൽ പൂർണ്ണമായിട്ടില്ല. ആ സമയത്ത് പാലക്കാട്ട് നഗരത്തിൽ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയ പാർട്ടി ഏതാ? നിങ്ങൾ പാലക്കാട്ടെ റിപ്പോർട്ടർമാരോടൊന്ന് ചോദിച്ചു നോക്കൂ. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടത്തിയ പാർട്ടിയാണ് ഈ പാർട്ടി. അവരുടെ പിന്തുണയിലാണ് ജയിച്ചത് എന്ന നിലയിൽ അതെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട്, ആ പിന്തുണ ഉപയോഗിച്ചിട്ട് ഇപ്പോ വലിയ വായിൽ ആദർശം പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഒപ്പം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെ അനൌദ്യോഗിക ഘടകകക്ഷിയായി എടുത്ത് മുഴുവൻ മണ്ഡലത്തിൽ പിന്തുണ ഉറപ്പാക്കിയിട്ടാണോ മതേതരത്വം പറയുന്നത്? മതേതരത്വം എന്ന വാക്കു പറയാൻ ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും RSSനോടുള്ള ധാരണയും വെച്ചു പുലർത്തുന്ന പ്രതിപക്ഷ നേതാവിന് ഒരവകാശവും ഇല്ല. അല്ല, ഞാനിപ്പോ പറഞ്ഞതിന്റെ ഒക്കെ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ജനറൽ സെക്രട്ടറി പറഞ്ഞത് എന്താണ്? ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരു സംശയം ജനങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിക്കുക എന്നാണ്. ആ സംശയത്തിന് ഇടയില്ലാത്ത വിധം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ പറയുന്ന വിഭാഗം ഇപ്പോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടനുസരിച്ച് UDFന് അനുകൂലമായിട്ടാണ് ഇവിടെ മഞ്ചേശ്വരത്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മറ്റു തെരഞ്ഞെടുപ്പിലും എല്ലാം നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ് കോൺഗ്രസ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുമോ, നിങ്ങൾ സ്വീകരിക്കുമെന്ന് എന്നോട് ചോദിക്കാത്തത്? അത് അസംഭാവ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടല്ലേ? അതേപോലെയാണിത്. അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, എല്ലാ വർഗീയ കക്ഷികളെയും വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒന്നും പിന്തുണ ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ ഒന്നും പിന്തുണ നേടുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഇവരെയെല്ലാം ആശയപരമായി എതിർക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അതിലൊന്നും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ആ എങ്ങനെ സുവ്യക്തമായിട്ടുള്ള ധാരണ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുണ്ട്. ഞാനിപ്പോ ഇവിടെ തിരിച്ചറിയാൻ പാകത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏത് ഘട്ടത്തിലും രാഷ്ട്രീയമായി ചില മര്യാദകൾ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയാത്തത്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് 2 വർഷത്തിലധികമായി മത്സരിക്കാൻ കച്ചവടം ഉറപ്പിച്ച മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടം വന്നപ്പോൾ പകുതി വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ആളുകളുടെ വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയോ ഒക്കെ ചെയ്ത കോടീശ്വരന്മാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മുന്നണികളും പരസ്പരം പോരടിക്കുകയാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട ചില മിനിമം മര്യാദയുണ്ട്. അത് മാത്രമേ ഉള്ളൂ, മിനിമം മര്യാദ. നാളെ ഇതിന് എന്തെങ്കിലും പ്രതികരണം UDFൽ നിന്ന് വന്നാൽ അപ്പോ അവർക്ക് വ്യക്തത വരാൻ വേണ്ടി ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞതിൽ തൊട്ടു കാണിക്കുന്നത് പോലെയുള്ള തെളിവുകളുണ്ട്, നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നതുമാണ്. ഞാനിപ്പോ പേര് പറയുന്നത് ഒരു പൊതുമര്യാദ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നമ്മൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പാലിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം. ഇതില് നമ്മൾ കാണേണ്ട ഒരു കാര്യം, വികസന സംബന്ധിയായ ചർച്ചകൾക്ക് പ്രതിപക്ഷ നേതാവോ UDFോ സന്നദ്ധമാവുന്നില്ല എന്ന നിർഭാഗ്യകരമായ ഒരു പ്രശ്നമുണ്ട്. അവരാ വിഷയത്തിൽ നിന്നും മാറിയാണ് പലപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും പ്രസംഗിക്കുന്നതുമല്ല.
ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തിക്കോളൂ, അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കോളൂ എന്നാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞതായി പറയുന്ന കാര്യത്തിനും ഒരടിസ്ഥാനവുമില്ല. കേരളത്തിൽ തുടർച്ചയായി വരുന്ന ഗവൺമെന്റുകൾ തുടർച്ചയായ സംഭാവനകൾ കൊടുക്കുന്നുണ്ടാവാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതി അടുത്ത ഗവൺമെന്റ് ചിലപ്പോൾ പൂർത്തിയാക്കും. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടക്കമിട്ട ഒരു പദ്ധതി, തുടക്കമിടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ പണി തുടങ്ങുകയായിരിക്കില്ല, അതിനു മുൻപുണ്ടല്ലോ ആ പദ്ധതി തയ്യാറാക്കണം, ഭരണാനുമതി ലഭിക്കണം, സാങ്കേതിക അനുമതി ലഭിക്കണം, ആദ്യം സാധ്യതാ പഠനം നടത്തണം. ഇങ്ങനെയെല്ലാം വിവിധ ഘട്ടങ്ങളിലൂടെയല്ലേ വലിയ പദ്ധതികൾ കടന്നു വരിക. അപ്പൊ അതിന് ഒരു ഗവൺമെന്റ് തുടങ്ങിയാൽ ചിലപ്പോൾ അടുത്ത ഗവൺമെന്റ് ആയിരിക്കും തുടരുക, അതൊക്കെ സ്വാഭാവികം. ഇപ്പൊ വിഴിഞ്ഞം ഏത് കാലത്താണ് ഇതിന്റെ സാധ്യതാ പഠനവും ഈ ആശയവും ആരംഭിച്ചത്? കണ്ണൂർ വിമാനത്താവളം. ഇപ്പോ കണ്ണൂർ വിമാനത്താവളം സംബന്ധിച്ച് അതിന്റെ സൃഷ്ടാവ് EK നായനാരാണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, CM ഇബ്രാഹിം ആണെന്നാണ് എൻ്റെ ഓർമ്മ. മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയും മറ്റുമായിരുന്നാണ്. ഇങ്ങനെ ഓരോ വൻകിട പദ്ധതികൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിൽ ആദ്യം മുതലുള്ള ഭരണകർത്താക്കളെ നമുക്ക് കാണാൻ പറ്റും. ഉദ്ഘാടനം ചെയ്യുകയോ ഏതെങ്കിലും ഒരു ഘട്ടവും മാത്രമല്ല. ഇവിടെ അതല്ല പ്രശ്നം. ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കടൽക്കൊള്ള എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഏതിനാ കടൽക്കൊള്ള എന്ന് പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിനാണോ? അല്ല. വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന നിലപാട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തത് കോൺഗ്രസ് മാത്രമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്ന് പറഞ്ഞ് മനുഷ്യച്ചങ്ങല നടത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് LDF, ചരിത്രത്തിലുണ്ട്. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇത് കടൽക്കൊള്ള എന്ന വിമർശനം ഉന്നയിച്ചത്? അദാനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചപ്പോ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ആ കണക്കൊന്ന് പരിശോധിക്കൂ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുടക്കു മുതലിൽ എത്ര ശതമാനമാണ് അദാനി വഹിക്കുന്നത്, എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്നത്, എത്രയാണ് കേരളം? സിംഹഭാഗവും കേരളമല്ലേ? പക്ഷെ ഇതുകൊണ്ടുള്ള നേട്ടം പതിറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കണ്ടേ? അദാനിക്കല്ലേ പോകുന്നത്. അതിലെ സുതാര്യതയില്ലായ്മ, അഴിമതി, അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അഴിമതി ഉണ്ട്, പക്ഷേ വിഴിഞ്ഞം തുറമുഖം വേണം, കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അതിന് സമരം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. എന്നാൽ ഈ കരാർ ഒപ്പിട്ട് അതുമായി മുൻപോട്ട് പോയത് കൊണ്ട് പിന്നെ വരുന്ന ഗവൺമെന്റിന് പിൻവാങ്ങാൻ പറ്റില്ല. അതാണ് നമ്മുടെ ദുര്യോഗം. എന്നാൽ അവസാനം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി തുറമുഖം തടസ്സപ്പെടുത്താൻ സമരം ചെയ്തതിന്റെ മുന്നിൽ ഈ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ മറ്റ് പദ്ധതികൾ, ഗെയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ്. അതാണ് LDF വന്നപ്പോഴാണ് തർക്കങ്ങൾ പരിഹരിച്ച്, പരാതിക്കാരെ മുഖവിലക്കെടുത്ത് തർക്കങ്ങൾ പരിഹരിച്ച് അത് പൂർത്തിയാക്കി. ദേശീയപാത വികസനം ഉപേക്ഷിച്ച പദ്ധതിയാണ്. കൊച്ചി ഇടമൺ പവർ ഹൈവേ പകുതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ്. അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിച്ച് ഉപേക്ഷിച്ച, മരിച്ചു മണ്ണടിഞ്ഞ പദ്ധതികളെ പുതുജീവൻ നൽകി പുറത്തു കൊണ്ടുവന്നു, യാഥാർത്ഥ്യമാക്കി എന്നതാണ് LDFന്റെ നേട്ടം. ഇത് സംബന്ധിച്ച് വിശദമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ. വസ്തുതകൾ ജനങ്ങളുടെ മുൻപാകെ ഉണ്ട്. തീർച്ചയായും ഞാനിപ്പോ മറ്റൊരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. FCRA ഇപ്പോ ദുരുപയോഗപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ആ നിയമം. പക്ഷെ അത് കേന്ദ്ര സർക്കാരിൽ മാത്രം ഒരു നിയമം ഉണ്ടായത് തന്നെ കോൺഗ്രസിന്റെ സൃഷ്ടിയാണ്. FCRA ആക്ട് ഉണ്ടായതെന്നാണ്, കോൺഗ്രസിന്റെ സൃഷ്ടിയാണ് ആ നിയമം. അതിൽ പഴുതുകളുണ്ട്, അത് ദുരുപയോഗം ചെയ്യപ്പെടും. RSSന് അനുകൂലമായ നിയമമാണത്, അതുണ്ടാക്കിയ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനും BJPക്കും ഒരേ മനസ്സാര്യങ്ങളിൽ ഇപ്പൊ അധികം BJP ആയതുകൊണ്ട് നമ്മൾ ശക്തിയായി BJP എതിർക്കുന്നു, അതിനെതിരെ പോരാടേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന്റെ നിലപാട് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഇത്തരത്തിൽ രാജ്യത്തിന്റെ വൈവിധ്യം തകർക്കാൻ കൂടി ഉപകരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ, നടപടികൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ അപകടങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ് എന്നുകൂടി നമ്മൾ കാണണം. ഇപ്പൊ കേരളത്തിൽ വന്യജീവികളുടെ ശല്യം, കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയല്ലേ. അതിലേക്ക് നയിച്ച പ്രതിസന്ധികൾ ഉണ്ടാക്കിയ വന്യജീവി സംരക്ഷണ നിയമം ഇതുപോലെ കോൺഗ്രസിന്റെ സൃഷ്ടിയല്ലേ. കോൺഗ്രസിന്റെ അതേ കാഴ്ചപ്പാട് കൂടുതൽ അപകടകരമായി BJP പിന്തുടരുന്നു എന്നതാണ് പ്രശ്നം. രണ്ടും എതിർക്കപ്പെടേണ്ടതാണ്.
അല്ല, കേസിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തൊരു വിശേഷണം അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ? ഇപ്പോ ഈ ഘട്ടത്തിൽ ഓരോ കേസുകളിലും പ്രതി ചേർക്കുന്നവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എന്നാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി മറുപടി പറയാനൊന്നും ഉത്തരവാദിത്തപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അതിൽ കവിഞ്ഞ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചുമതല വഹിച്ചതിൽ നിന്ന് ഒഴിവായ സാഹചര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരം കേസുകളോട് ഇടതുപക്ഷം പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അതിൽ സുവ്യക്തമായ ഒരു നിലപാടുണ്ട്. എല്ലായ്പ്പോഴും ഇരയോടൊപ്പം, പരാതി ഉന്നയിച്ചവരോടൊപ്പം നിൽക്കുക, അവർക്കെല്ലാ പിന്തുണയും നൽകുക, എല്ലാം നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാവുക, അത് അതിന്റെ വഴിയിൽ പോവുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഉറച്ച നിലപാടാണ്, അതിപ്പോഴും സ്വീകരിക്കുന്നു. മറ്റൊരു പ്രശ്നവും അത് സംബന്ധിച്ച് ഇപ്പോ ഇല്ല.